സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു, എന്തൊരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നീ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. സത്യം സത്യമാ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ് അഥവാ പുനരുത്ഥാനം ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ്. അത് നടന്നത് ഒരു ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച നടന്ന മറ്റ് ചില സംഭവങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ് നടന്ന ആ രാവിലെ സമയം സംഭവിച്ച ഹൃദയസ്പർശിയായ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ് ആ സംഭവം എഴുതിയിരിക്കുന്നത്. 20-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സംഭവങ്ങളെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അതിങ്ങനെയാണ്. യേശുക്രിസ്തു മരിച്ചിട്ട് 3-ാമത്തെ ദിവസമാണെന്ന്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരായ ആളുകൾ, ശിഷ്യന്മാരായ ആളുകൾ, അവർ യേശുക്രിസ്തു മരിച്ചു പോയി എന്ന് കരുതി അവരങ്ങനെ ഒറ്റപ്പെട്ട് പേടിച്ച് പല സ്ഥലങ്ങളിലായിട്ട് കഴിയുകയാണ്. ശിഷ്യന്മാർ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. സ്നേഹിതന്മാരായ ആളുകൾ പല സ്ഥലങ്ങളിൽ ചെതറിപ്പാർക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഒരാളായ മഗ്ദലന മറിയ എന്ന മറിയ യേശുവിൻ്റെ ശരീരം വെച്ചിരിക്കുന്ന കല്ലറ തേടി പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. മഗ്ദലന മറിയ അന്ന് അതികാലത്ത് എഴുന്നേറ്റ് യേശുവിൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് പോവുകയാണ്. മറിയയുടെ ഉദ്ദേശം ഈ കല്ലറയിൽ ചെന്ന് അവിടെ ചില സുഗന്ധവർഗ്ഗങ്ങളൊക്കെ പൂശി അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ യേശുവിനെ ഓർത്ത് കരയാൻ, യേശുവിൻ്റെ ജീവിതത്തെ ഒന്ന് സ്മരിക്കാൻ,
കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ പരിവർത്തനത്തെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാനൊക്കെ ആയിരിക്കാം മറിയ അങ്ങനെ പോയത് എന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ അപ്പോൾ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയ അങ്ങനെ ഇരുട്ടുള്ളപ്പോൾ തന്നെ, നേരം വെളുക്കുന്നതിന് മുമ്പ്, സൂര്യപ്രകാശം ഉദിക്കുന്നതിന് മുമ്പ് തന്നെ മറിയ കല്ലറയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. കല്ലറയുടെ അടുക്കൽ ചെല്ലുമ്പോൾ മറിയ ഒരു അത്ഭുത കാഴ്ച കാണുന്നു. കല്ലറ അടച്ചു വച്ചിരുന്ന വലിയ കല്ല് മാറിക്കിടക്കുകയാണ്. മറിയ ഞെട്ടിപ്പോയി. മറിയ ഇത് കണ്ടപ്പോൾ ഉടനെ തിരിച്ച് വന്ന് കർത്താവിൻ്റെ 12 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വീട്ടിലേക്ക് എത്തിയിട്ട് അവരോട് പറയുന്നു, യേശുവിൻ്റെ കല്ലറ തുറന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ 2 ശിഷ്യന്മാർ, യേശുവിൻ്റെ 2 ശിഷ്യന്മാർ, അത് ഒന്ന് പത്രോസാണ്, രണ്ടാമത്തെ ആൾ യോഹന്നാൻ തന്നെയാണ്. ഇവർ രണ്ടുപേരും മറിയയുടെ വാക്ക് കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി കല്ലറയുടെ അടിയിലേക്ക് പോകുന്നു. അവരവിടെ ചെല്ലുമ്പോൾ തുറന്നിരിക്കുന്ന കല്ലറ കാണുന്നു. ഈ 2 ശിഷ്യന്മാർ, ആദ്യം ഒരാൾ കയറി, മറ്റേ ആൾ കല്ലറയ്ക്കുള്ളിലേക്ക് കയറുന്നു. ഉള്ളിൽ കയറിയപ്പോൾ യേശുവിൻ്റെ ശരീരം സൂക്ഷിച്ചു വെച്ചിരുന്ന തുണികൾ അങ്ങനെ അഴിച്ച് വെച്ചിരിക്കുന്നതായിട്ടും യേശുവിൻ്റെ മുഖം മൂടിയിരുന്ന തുണി മറ്റൊരു സ്ഥലത്ത് വെച്ചതായിട്ടൊക്കെ കാണുന്നു. അവരും അത്ഭുതപ്പെട്ട് തിരിച്ച് പോകുന്നു. മറിയ അവിടെ തുടരുന്നു. അതിനുശേഷം മറിയ 2 ദൂതന്മാർ അവിടെ നിൽക്കുന്നതായിട്ടുള്ള കാഴ്ച കാണുന്നു. അവർ മറിയയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നീട് മറിയ വീണ്ടും പിന്നോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ മറ്റൊരാളെ കാണുന്നു. മറിയ ആ വ്യക്തി തോട്ടക്കാരനാണെന്ന് കരുതുന്നു. എന്നിട്ട് ആ വ്യക്തിയോട്, കർത്താവിൻ്റെ ശരീരം താങ്കളാണ് കൊണ്ടുപോയതെങ്കിൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു. അവസാനം ഈ തോട്ടക്കാരനെന്ന് മറിയ തെറ്റിദ്ധരിച്ച വ്യക്തി സാക്ഷാൽ യേശുവാണെന്ന് തിരിച്ചറിയുന്നു. ഇങ്ങനെയുള്ള വളരെ നാടകീയമായ ചില സംഭവങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സംഭവങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മഗ്ദലന മറിയത്തിൻ്റെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് വളരെ വിലപ്പെട്ട ചില പാഠങ്ങൾ കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ആദ്യത്തെ സാക്ഷിയായിട്ട്, ആ പ്രഖ്യാപനം ലോകത്തോട് നടത്തുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് മാറിയത് മഗ്ദലന മറിയയാണ്. മറിയയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. മറിയയ്ക്ക് അങ്ങനെ അഭിമാനകരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ മികച്ചതെന്നോ ശ്രേഷ്ഠമെന്നോ പറയാവുന്ന ഒരു പഴയ ചരിത്രം മറിയയ്ക്ക് പറയാനില്ല. മറിയയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായിട്ട് വായിക്കുന്നത്, മറിയ ഭൂതബാധയുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് എന്നാണ്. 7 ഭൂതങ്ങൾ ബാധിച്ച് അതിൻ്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച് വളരെയധികം കുപ്രസിദ്ധി നേടിയ ഒരു സ്ത്രീയായിട്ടാണ് മറിയ അറിയപ്പെടുന്നത്. ഈ മറിയ ഒരു സെക്സ് വർക്കറാണോ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. കാരണം അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് മറ്റ് ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മറിയയായിട്ട് തെറ്റിദ്ധരിച്ച് പലരും പറയാറുണ്ട്. എന്നാൽ ബൈബിൾ അതിന് തെളിവും നൽകുന്നില്ല. ഇത് ഒരാളാണ് എന്നതിന് ബൈബിൾ പ്രത്യേകിച്ച് തെളിവും നൽകുന്നില്ല. അതുകൊണ്ട് ഇത് മറ്റൊരാളായിട്ട് ചിന്തിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. പക്ഷേ മറിയയെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മറിയ ഭൂതങ്ങൾ ബാധിച്ച ഒരു സ്ത്രീയാണ്. 7 ഭൂതങ്ങൾ ബാധിച്ച ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഭൂതബാധയുടെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ഒരു ഭൂതകാലം മറിയയ്ക്കുണ്ടായിരുന്നു. സങ്കടം നിറഞ്ഞ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയാണ് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷിയായിട്ട് തീരുന്നത്. എത്ര മനോഹരമാണല്ലേ ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. യേശുവിൻ്റെ പിന്നാലെ വരുമ്പോൾ നമ്മുടെ ഭൂതകാലം, നമ്മുടെ സങ്കടങ്ങൾ നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ, ഒരുപക്ഷെ അപമാനം നിറഞ്ഞ, പാപങ്ങൾ നിറഞ്ഞ ഭൂതകാലത്തെ യേശു പരിഗണിക്കുന്നേ ഇല്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മറിയയുടെ ജീവിതം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ കുലമഹിമയോ അല്ലെങ്കിൽ വലിയ പാരമ്പര്യമോ കുടുംബത്തിൻ്റെ പ്രസിദ്ധിയോ പേരോ സൽകീർത്തിയോ ഒന്നും അവിടെ വിഷയമല്ല എന്ന് നമുക്ക് കാണാം. വളരെ ആളുകളുടെ മുമ്പിൽ അപഹാസ്യമായിട്ട് ജീവിച്ച, അപമാനിതയായിട്ട് ജീവിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീ ഇതാ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ഒന്നാമത്തെ സാക്ഷിയായി ലോകത്തോട് വിളിച്ചു പറയുന്ന, വിളംബരം ചെയ്യുന്ന ആളായിട്ട് മാറുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. നമ്മുടെ ഭൂതകാലം എന്തുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അതെന്തുമാകട്ടെ, സങ്കടങ്ങൾ നിറഞ്ഞ, ഒരുപക്ഷെ മറ്റുള്ളവരാൽ അപമാനിതരെ തീർന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ അവൻ നമ്മെ സ്വീകരിക്കുമെന്നും അവൻ നമ്മെ പുതിയൊരാളാക്കി മാറ്റുമെന്നും നമുക്കൊരു പുതിയ ജീവിതവും ഒരു പുതിയ ദൗത്യവും നൽകുമെന്നും ഒരു പുതിയ നിയോഗം തന്നെ നമ്മെ ഏൽപ്പിക്കുമെന്നും ഈ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന എല്ലാ ആളുകളും അങ്ങനെയാണ് കേട്ടോ. അവരൊക്കെ പുതിയ ആളുകളായിട്ട് മാറി. അവർ പുതിയ നിയോഗം ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയ ആളുകളാണ്. ജീവിതത്തെ സമൂലം പരിവർത്തനം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശക്തമായ ഇടപെടലിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മറിയ അവിടെ നിൽക്കുകയാണ്. ഈ രാവിലെ മറിയയെ
കല്ലറയിലേക്ക് നയിച്ച ചില സംഭവങ്ങൾ നമുക്ക് കാണാം. മറിയയ്ക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ധാരണയിലല്ല മറിയ അവിടേക്ക് പോയത്. അങ്ങനെ മറിയ ചിന്തിച്ചിട്ടേ ഇല്ല. കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ മരിക്കുമെന്നും ആളുകൾ തന്നെ കൊല്ലുമെന്നും കൊന്ന ശേഷം കല്ലറയിൽ വെച്ചാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് ജീവിതകാലത്ത്. പക്ഷേ അവർക്കത് മനസ്സിലായിരുന്നില്ല. അത് വളരെ വ്യക്തമാണ്. മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ഒന്നും യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥമോ യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ജീവനോടെ 3-ാം നാൾ ഉയർക്കും എന്നോ ശിഷ്യന്മാർക്ക് മനസ്സിലായിരുന്നില്ല, മറിയയ്ക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ മറിയയ്ക്ക് യേശുവിനോട് അടക്കാനാവാത്ത സ്നേഹമുണ്ടായിരുന്നു, യേശുവിനോട് അടക്കാനാവാത്ത താല്പര്യവും യേശുവിൻ്റെ കല്ലറയ്ക്കരികിൽ പോയി ഇരിക്കണം എന്നുള്ളതായിട്ടുള്ള വലിയ വാഞ്ചയും ഉണ്ടായിരുന്നു. അതാണ് മറിയയെ അവിടേക്ക് നയിച്ചത്. കാരണം മറിയയുടെ ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങൾ, അതിന് വരുത്തിയ മാറ്റം, യേശുക്രിസ്തു നൽകിയ അംഗീകാരം, അതൊക്കെ അവളെ വല്ലാതെ പ്രചോദിപ്പിച്ച ഘടകങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ മറിയ കല്ലറക്കരിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കല്ലറ തുറന്നിരിക്കുന്ന കാഴ്ച കാണുന്നു. 2 ദൂതന്മാർ ആ തുറന്ന കല്ലറയിൽ ഇരുന്നു കൊണ്ട് മറിയയോട് സംസാരിക്കുന്നു. മറിയ ഈ കാര്യങ്ങൾ ശിഷ്യന്മാരെ അറിയിക്കുന്നു. അവരും വന്ന് നോക്കുന്നു, അവരും തിരിച്ചു പോകുന്നു. അതിനുശേഷം വീണ്ടും മറിയ അവിടെ തുടരുകയാണ്. അപ്പോഴും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ധാരണ മറിയയ്ക്കില്ല. യേശുവിൻ്റെ ഉയർപ്പ് എന്ന അതിമഹത്തായ ലോകത്തിലെ അതിഗംഭീരമായ സംഭവം നടന്നു എന്ന് മറിയ ചിന്തിക്കുന്നില്ല. അതിനു പകരം മറിയ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ശരീരം ആരോ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷെ തൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെന്ന് ചിന്തിക്കുന്ന, തോട്ടക്കാരനെന്ന് ചിന്തിക്കുന്ന ആളായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് മറിയ ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കളാണ് യേശുവിൻ്റെ ശരീരം കൊണ്ടുപോയതെങ്കിൽ എവിടെയാണ് വെച്ചതെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യേശുവും മറിയയും തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു മറിയത്തോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? മറിയ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറിയയുടെ കണ്ണുകൾ തോർന്നിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? മറിയയുടെ ഭൂതകാലത്തിൻ്റെ അപമാനിതമായ അനുഭവങ്ങളിൽ നിന്ന് അവളെ കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യൻ്റെ മരണം നടന്നിരിക്കുകയാണ്. ആ മനുഷ്യൻ മറിയയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രകാശം, അത് മറിയയെ ഒരു പുതിയ വ്യക്തിയാക്കി തീർത്തു. അത് മറിയയുടെ ജീവിതത്തിന് ഒരു പുതിയ പ്രകാശം നൽകി. അതിൻ്റെ ഓർമ്മയിൽ മറിയ നിൽക്കുകയാണ്. ആ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ മരണം മറിയത്തിന് അടക്കാനാവാത്ത വേദനയാണ്, സങ്കടമാണ്. അപ്പോൾ മറിയ കരയുകയാണ്. മറിയയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ അങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ്. ആ നനഞ്ഞ കണ്ണുകളെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു മറിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. അത് മറിയോടുള്ള ചോദ്യത്തെ നമുക്ക് നമ്മോടുള്ള ചോദ്യമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്തിനാണ് കരയുന്നത് എന്ന്. കാരണം എന്താണെന്നറിയാമോ? മറിയ കരഞ്ഞപ്പോൾ അത് അടിസ്ഥാനമില്ലാത്തൊരു കരച്ചിലാണ്. യേശു മരിച്ചെന്ന് കരുതി, യേശുവിൻ്റെ കാര്യം തീർന്നെന്ന് കരുതി, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് കരുതി, ഒരു നല്ല ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച, മാറ്റിമറിച്ച ഒരു ജീവിതം തൻ്റെ സഹായകനായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ആൾ മരിച്ചു പോയല്ലോ എന്നുള്ള ധാരണയിലാണ് മറിയ കരയുന്നത്. അതേപോലെയാണ് പലപ്പോഴും നമ്മളും സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് കരുതി സങ്കടപ്പെടുന്നു. ഇനി സഹായിക്കാൻ ആരുമില്ലെന്ന് കരുതി സങ്കടപ്പെടുന്നു. അതേപോലെ തന്നെ ഇനി മുന്നോട്ട് ഞാനെങ്ങനെ യാത്ര ചെയ്യും, ആരെനിക്ക് തുണ നിൽക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ സങ്കടപ്പെടുന്നു. ഇങ്ങനെയുള്ള നിരവധി സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവ് മറിയോട് ചോദിച്ച അതേ ചോദ്യം നമ്മോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ കരയുന്നത്? നിൻ്റെ കരച്ചിൽ, നിൻ്റെ സങ്കടം യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? സത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? മറിയ കണ്ടൊരു കാഴ്ചയുണ്ട്. തുറന്ന ഒരു കല്ലറ, യേശുവിൻ്റെ ശരീരം ചുറ്റി വെച്ചിരുന്ന തുണികൾ അങ്ങനെ അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ശക്തമായൊരു തെളിവാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നും യേശുക്രിസ്തുവിൻ്റെ ശരീരം ജീവനോടെ പുറത്തേക്ക് വന്നിരിക്കുന്നതിൻ്റെ തെളിവാണ് യേശുവിനെ ചുറ്റിയിരുന്ന തുണികൾ മാറ്റി വെച്ചിരിക്കുന്നു. അതേപോലെ യേശുവിൻ്റെ മുഖം മൂടിയിരുന്ന തുണിയും മാറ്റി വെച്ചിരിക്കുന്നു. മോഷ്ടിക്കാൻ വന്ന ഒരു കള്ളനും അഴുകിത്തുടങ്ങിയ ആ ശരീരം തുണികൾ അഴിച്ചു മാറ്റി കൊണ്ടുപോവുകയില്ല. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മറിയയ്ക്ക് ബോധ്യമാകുമായിരുന്നു. മാത്രമല്ല അവിടെ കണ്ട ദൂതന്മാർ, അതും വലിയൊരു തെളിവായിരുന്നു. എന്നാൽ ഈ കാഴ്ചകളും ഈ സത്യങ്ങളും മറിയയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ മറിയ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയല്ലേ നമ്മുടെ അനുഭവം? നമ്മളും പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത്, യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ ഓർത്ത്,
എല്ലാവരും കൈവിട്ടുവെന്ന് കരുതി, എല്ലാം അവസാനിച്ചെന്ന് കരുതിയൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു മറിയയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ച അതേ ചോദ്യം നമ്മോടും ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നതെന്ന ചോദ്യം. രണ്ടാമത് യേശുക്രിസ്തു ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറിയോട് ചോദിക്കുകയാണ്, നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ മറിയ അന്വേഷിച്ചത് യേശുക്രിസ്തുവിനെ തന്നെയാണ് എന്നതിന് സംശയമൊന്നുമില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ ശവശരീരം വെച്ചിരിക്കുന്ന കല്ലറ തേടിയാണല്ലോ മറിയ വരുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്തിനാണ് മറിയോട് നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചത് എന്നുള്ളത് ഒരു കൗതുകകരമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. മറിയ അന്വേഷിച്ചത് ഉയിർത്തെഴുന്നേറ്റ യേശുവിനെയല്ല, മരണത്തെ ജയിച്ച് ജീവനിലേക്ക് വന്ന യേശുവിനെയല്ല, ജീവൻ നൽകുന്ന യേശുവിനെയല്ല, പിന്നെയോ മരിച്ചു കിടക്കുന്ന ഒരു യേശുവിനെയാണ് മറിയ അന്വേഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. അപ്പോൾ മറിയോട് യേശുക്രിസ്തു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? മരിച്ച് കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന, കല്ലറയ്ക്കുള്ളിൽ ദ്രവിച്ചു തുടങ്ങുന്ന ഒരു ശവശരീരത്തെയാണോ നീ അന്വേഷിക്കുന്നത് എന്നാണ് ചോദ്യം. പലപ്പോഴും നമ്മളെങ്ങനെയാണ്, നമ്മൾ നമ്മുടെ അന്വേഷണങ്ങൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഇല്ലാത്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ്. വെറുതെ പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത ലക്ഷ്യങ്ങൾ, ഒരിക്കലും നേടാനാവാത്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം മറുവശത്തിരിക്കെ, സത്യം വളരെ വ്യക്തമായിരിക്കെ അതിനുവേണ്ടി അന്വേഷിക്കാതെ ജീവനുള്ള കർത്താവ് ഒരു വശത്ത് നിൽക്കുമ്പോൾ ജീവനില്ലാത്തവയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യമാണ് കർത്താവ് മറിയോട് ചോദിക്കുന്നത്, നീ ആരെ അന്വേഷിക്കുന്നു? ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച ശേഷം മറിയയും കർത്താവും തമ്മിൽ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിച്ച ശേഷം ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി കർത്താവ് കാത്തു നിൽക്കുന്നില്ല. അതിനുശേഷം തിരിച്ച് മറിയയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന കർത്താവിനെ നമുക്കവിടെ കാണാം. അങ്ങനെ നിൽക്കുമ്പോൾ മറിയ കർത്താവിനോട് പറയുന്ന വാക്കുകളാണ്, നീയാണ് യേശുവിൻ്റെ ശരീരം കൊണ്ടുപോയതെങ്കിൽ അതെനിക്ക് തിരിച്ചു തരിക എന്ന് ചോദ്യം ചോദിക്കുന്നു. അതിന് ഉത്തരം പറയുന്നതിന് പകരം കർത്താവ് മറിയയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്. അത് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയേ എന്ന വിളിയാണ്, മേരി എന്ന വിളിയാണ്. ആ വിളിയുടെ പ്രത്യേകത എന്താണ്? അത് മറിയയുടെ സ്വന്തം പേരാണ്, മറിയക്കിട്ട വിളിപ്പേരാണ്. പക്ഷേ യേശുക്രിസ്തു അന്ന് മറിയയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി സ്വന്തം പേര് മറിയയോട് പറയുമ്പോൾ അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. നമ്മുടെ പേര് നമ്മോട് ഒരാൾ മുഖത്ത് നോക്കി വിളിക്കുമ്പോൾ ഞാൻ ആരെന്ന് അദ്ദേഹം അംഗീകരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. കർത്താവായ യേശുക്രിസ്തു മറിയെ ശാസിച്ചില്ല, മറിയെ അപഹസിച്ചില്ല. ഈ സത്യങ്ങളൊക്കെ നിൻ്റെ കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു കിട്ടിയിരിക്കെ നീ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ച് മറിയയുടെ നേരെ ചോദ്യശരങ്ങൾ ഉന്നയിച്ചില്ല. നിനക്ക് ഇത്ര കാലമായിട്ട് ഇത് മനസ്സിലായില്ലേ? ഞാൻ എത്ര തവണ നിന്നോടിത് പറഞ്ഞതാണ്, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയോ ഇതിനു മുമ്പ് ഞാൻ ക്ലാസ് എടുത്ത ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പുനരാവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്നതിന് പകരം യേശുക്രിസ്തു മറിയയുടെ കണ്ണുകളിലേക്ക് അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് മറിയോട് പറയുകയാണ്, യു ആർ മേരി, നീ മറിയയാണ് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ഞാൻ ആരാണ് എന്ന് പറഞ്ഞ്, ഞാൻ എത്ര ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ് സ്വന്തം ശ്രേഷ്ഠതയും മഹിമയും ഒക്കെ അവളുടെ മുമ്പിൽ ഒന്നുകൂടി പ്രഘോഷിക്കാമായിരുന്നു. ഞാൻ സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവാണ്, ഞാനിതാ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, എന്നെ കണ്ടിട്ട് നിനക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല, ഇതല്ലേ ഏറ്റവും വലിയ സംഭവം എന്നൊക്കെ പറയാമായിരുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന് സ്വന്തം മഹത്വത്തെയും ശക്തിയെയും വലുപ്പത്തെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് മറിയയുടെ മുമ്പിൽ ശ്രേഷ്ഠത വെളിപ്പെടുത്താമായിരുന്നു. അതിന് പകരം കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. മറിയയെ അവൾ ആരെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അവളുടെ സ്വത്വത്തെ ഒരിക്കൽ കൂടി അംഗീകരിച്ചുകൊണ്ട്, അവളുടെ വ്യക്തിത്വത്തെ അങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവളാക്കി തന്നെ കർത്താവ് അവളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് വലിയ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു സത്യമാണ്. ലോകത്തിൽ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മറ്റുള്ള മനുഷ്യരെല്ലാം താഴ്ത്തിക്കെട്ടിക്കൊണ്ട് കേമന്മാരാവുന്ന ആളുകളുണ്ട്. പല നേതാക്കന്മാരും, ലോകത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരും ലോകത്തെ കീഴ്മേൽ മറിച്ച ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. അവരവരുടെ ശക്തി കൊണ്ട്, അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ വൈഭവം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ താഴെയാക്കിയിട്ട് അവർ കേമന്മാരായി. അങ്ങനെയുള്ള ഏകാധിപതികളെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അവരുടെ കമാൻഡിങ് പവർ കൊണ്ട് ഹിറ്റ്ലറെ പോലെ ആളുകളുണ്ട്,
ആ രാജ്യത്ത് ഒരു ഈച്ച അനങ്ങണമെങ്കിൽ എൻ്റെ കൽപ്പന വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സകലത്തെയും അതീശത്വം കൊണ്ട് നിയന്ത്രിച്ച് നിർത്തി കേമന്മാരാവാൻ ശ്രമിച്ച ആളുകളുണ്ട്. അങ്ങനെ മനുഷ്യർക്ക് കേമന്മാരാവാൻ ശ്രമിക്കാം. എന്നാൽ മറുവശത്ത് മറ്റുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ട്, മറ്റുള്ളവരെ കൈപിടിച്ച് പൊക്കിക്കൊണ്ട്, അവരുടെ ശ്രേഷ്ഠതയെ അംഗീകരിച്ചുകൊണ്ട്, അവർക്ക് അവരുടേതായ സ്ഥാനം നൽകിക്കൊണ്ട്, അവരെ കൂടി മഹാന്മാരാക്കിക്കൊണ്ട് മഹാന്മാരാവാം. അതാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത്. യേശുക്രിസ്തു ചെയ്ത കാര്യം ആ കാര്യമാണ്. മറിയയുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അവൾക്ക് അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊടുത്തു. അവൾ ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അവളെ കൈപിടിച്ച് ഉയർത്തിക്കൊടുത്തു. അങ്ങനെ അവളെ ഉയർത്തിക്കൊണ്ട് കർത്താവോടെ വലുതാവുകയാണ് ചെയ്തത്. സ്വയം ഉയർത്തിക്കൊണ്ട് വലുതാവുകയല്ല, മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് വലുതാവുന്ന കർത്താവിനെ നമുക്കവിടെ കാണാം. അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. കർത്താവ് മറ്റുള്ള എല്ലാവരെയും ഉയർത്തിക്കൊണ്ടാണ് കർത്താവ് ശ്രേഷ്ഠനായിട്ട് തീർന്നത്. ഈ വാക്കുകൾ കേട്ട മറിയയുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് മാറി എന്നതിനൊരു സംശയവുമില്ല. മറിയ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു, ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ യേശു കർത്താവ് ആരെന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ട് മറിയയോട് കർത്താവ് പറയുകയാണ്, നീ താഴേക്ക് ചെല്ലുക, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുക, എന്നിട്ട് അവരോട് പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും അവൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നു എന്നുള്ള കാര്യം നീ അവരെ അറിയിക്കുക. എന്ന് വെച്ചാൽ ഞാനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, എൻ്റെ പുനരുദ്ധാരം നടന്നിരിക്കുന്നു. ലോകത്തിൻ്റെ ചരിത്രത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന, സകല മനുഷ്യരുടെയും പുനരുത്ഥാനത്തിന് കാരണമായി തീർന്ന, അവരുടെ നീതീകരണത്തിൻ്റെ ആധാരമായി തീർന്ന എൻ്റെ ഉയർപ്പ് നടന്നിരിക്കുന്നു എന്ന് ലോകത്തോട് അറിയിക്കുക എന്നുള്ള സത്യം പറഞ്ഞു. അതാണ് സുവിശേഷമെന്ന് പറയുന്നത്. കർത്താവായിട്ടുള്ള യേശുക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിക്കുകയും അവരുടെ നീതീകരണത്തിനായിട്ട് മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർക്കുകയും ചെയ്തു. ഇത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും മറിയെ ഉയർത്തിയ പോലെ കർത്താവ് ഉയർത്തും. അവർക്ക് ശ്രേഷ്ഠമായ സ്ഥാനം നൽകും. അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കും. അതാണ് നമ്മുടെ പാപമോചനത്തിൻ്റെയും നിത്യജീവൻ്റെയും ആധാരം എന്ന് പറയുന്നത്. മറിയ ആ വലിയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ലോകത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രസംഗിയായിട്ട്, ആദ്യത്തെ മിഷണറിയായിട്ട്, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം ആ സംഭവത്തെ ലോകത്തോട് വിളിച്ചു പറയുന്ന ആദ്യത്തെ വനിതയായിട്ട് മറിയ മാറി. അതിന് കാരണം യേശുക്രിസ്തു അവളെ ഉയർത്തിയതാണ്. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്ക് പറയാനുള്ള സത്യം ഇതാണ്: കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നാൽ അവൻ നമ്മുടെ ഭൂതകാലം, നമ്മുടെ സങ്കടപൂർണമായ പഴയ കാലം, നമ്മുടെ അപമാനം അതെല്ലാം മാറ്റും. എന്നിട്ട് നമ്മെ നമ്മളായിട്ട് തന്നെ അംഗീകരിക്കും. അവൻ്റെ പുനരുത്ഥാനത്തെ നമ്മുടെ നീതീകരണത്തിൻ്റെ ആധാരമായിട്ട് നാം സ്വീകരിച്ചാൽ കർത്താവായ യേശുക്രിസ്തു നൽകുന്ന വലിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതെത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമാണ്. മറിയയ്ക്ക് സംഭവിച്ച ആ വലിയ മഹത്തായ മാറ്റം നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ കർത്താവായ യേശുക്രിസ്തു കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ആവശ്യങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അന്നു വന്നിടുന്നോരാവശ്യങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ പിരിയാത്തൊരാത്മീയ ബന്ധം, എന്തോരാനന്ദം, എന്തോരാനന്ദം. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഒന്നാം സാക്ഷിയായ മഗ്ദലനക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റത്തെക്കുറിച്ചാണ് നാം ഈ സമയത്ത് കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നാം മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പലതരത്തിലുള്ളതായിരിക്കുന്ന പരാജയങ്ങളും വീഴ്ചകളും തകർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറാൻ ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നടക്കാതെ ജീവിതത്തിൽ നിരാശയിലും വീഴ്ചയിലും ആയിരിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. നമ്മുടെ പ്രത്യാശയും നമ്മുടെ സാധ്യതയും അസ്തമിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു മനുഷ്യന്
പുതിയതായി ആരംഭിക്കുവാനായിട്ട് കഴിയും. അവനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നവനാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന് സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിന് പുത്തൻ മാനവും പുതിയ പ്രതീക്ഷകൾ നൽകുവാൻ കഴിയുന്നവനാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താതെ നമുക്ക് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് അയച്ച് പിതാവായ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും. അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. അവൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് അത് മുഖാന്തരവും കാരണവുമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. മാറ്റമില്ലാത്ത ജീവൻ്റെ വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തികളിൽ ആശ്രയിക്കുന്നില്ല, കൂദാശകളിലും പ്രാർത്ഥനകളിലും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല കർത്താവേ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നതെന്ന വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലേക്ക് നോക്കി അതേ അവനിൽ വിശ്വാസം അർപ്പിക്കുവാൻ ഈ വചനങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ തകർന്നിരിക്കുന്ന, ഹൃദയം നുറങ്ങിയിരിക്കുന്ന, കണ്ണുനീരിൻ്റെ അനുഭവത്തിലിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ഇന്ന് അവിടുന്ന് ആശ്വാസം നൽകണമേ. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുവാൻ, അങ്ങയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മഹത്വം അങ്ങെടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതവിടത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ.